നോർഡിക് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫിൻലൻഡിൽ ഹോംവർക്ക് ഉണ്ട്. എക്സാംസ് ഫിൻലൻഡിൽ പരീക്ഷകളില്ല എന്നാണ് പറയപ്പെടുന്നത്. അയ്യോ എന്റെ ദൈവമേ, അടുത്ത് വരുന്ന വീക്ക് ഞാൻ പറയട്ടെ എനിക്ക് ഓൾ ടുഗെദർ 3 ടെസ്റ്റ് ഉണ്ട് ഒരു വീക്ക് വരുന്ന. അതിന്റെ അപ്പുറത്തെ വീക്ക് 4 ടെസ്റ്റ്. ഔട്ട്ലുക്ക് ഓൺ വൊക്കേഷണൽ സ്കൂളിംഗ് ഈസ് ഹൈലി ഡിഫറെന്റ് ഫ്രം ഈ ഔട്ട്ലുക്ക് ഓൺ വൊക്കേഷണൽ സ്കൂളിംഗ് ഓവർ ഹിയർ. വന്നിട്ട് ഞാനൊരു ബേക്കറാന്ന് പറഞ്ഞു. കേക്ക് ഉണ്ടാക്കാൻ അറിയാം, നാട്ടിലൊരു ബേക്കറാന്ന് പറഞ്ഞ ഡിഫറൻസ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫിൻലൻഡിലും ഇന്ത്യയിലും ദുബായിലും സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള 3 കുട്ടികളാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അവർ ഇന്ത്യയിലും ഫിൻലൻഡിലും ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിയതിനെ പറ്റിയുള്ള ഡിസ്കഷനാണെന്ന് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഹലോ, എൻ്റെ പേര് അനുഷ്ക. ഞാൻ 2008 തൊട്ട് ഷാർജ ഇന്ത്യൻ സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2017 to 2018 ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2 ഇന്ത്യൻ സ്കൂൾസ് ആയിരുന്നു. എൻ്റെ പേര് മാളവിക. എനിക്ക് ഇയേഴ്സ് ഒന്നും ഓർമ്മയില്ല, പക്ഷെ LKG UKG ഫസ്റ്റ് ഗ്രേഡ് ഇന്ത്യയിൽ തന്നെയായിരുന്നു. പിന്നെ 6 വയസ്സായിരുന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ ഇവിടെയാണ് എഡ്യൂക്കേഷനൊക്കെ. താങ്ക് യു. എൻ്റെ പേര് മനസ. ഇത് പറഞ്ഞാലും എനിക്ക് വർഷങ്ങളൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇവിടെ 8 വയസ്സായപ്പോഴാണ് വന്നത്. LKG to 3ാം ക്ലാസ് വരെ ഞാൻ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ലുക്കിയോ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അനുഷ്കോട് ചോദിക്കുകയാണെങ്കിൽ, അനുഷ്ക എത്ര നാളാണ് ഫിൻലൻഡിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് പഠിച്ചിട്ടുള്ളത്? ഞാൻ 12 വർഷം ദുബായിൽ അബുദാബിയിലും ദുബായിലും ഇന്ത്യൻ സ്കൂൾസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിൻലൻഡിൽ എന്നിട്ട് എത്ര കൊല്ലം പഠിച്ചു? 4 വർഷം. അപ്പോൾ അതിൽ ബേസിക് സ്കൂൾ എഡ്യൂക്കേഷൻ 8-9 ആണോ ഉണ്ടായിരുന്നത്? 8th and 9th. മാളു? ഞാനിവിടെ 6 വയസ്സായപ്പോഴാണ് വന്നത്. അപ്പോൾ ആകെ നാട്ടില് 1ാം ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ UKG LKG അവിടെ തന്നെയായിരുന്നു. ഓക്കെ. മാനസ? ഞാൻ ഇവിടെ ഒരു ഫിൻലൻഡിലേക്ക് വന്നൊരു 8 വയസ്സായപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ LKG to 3rd ഗ്രേഡ് വരെ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഫിന്നിഷ് എഡ്യൂക്കേഷൻ്റെ പ്ലസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്കറിയേണ്ടത്. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മെയിൻലി സ്കൂളിലേക്ക് വരുന്ന ഓരോ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് അങ്ങനത്തെ ഓരോന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ദുബായിലും അബുദാബിയിലും പഠിക്കുമ്പോൾ അവിടെ ഇന്ത്യൻ സ്കൂളിൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് കറക്റ്റ് ആ സമയത്ത് ബസ് വന്ന് നിൽക്കും, ബസ്സിൽ കയറുക, പോവുക നമ്മൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ സ്റ്റുഡൻസ് അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ രാവിലെ എണീക്കുക, അവർക്കുള്ള ബസ് കണ്ടുപിടിക്കുക, അതിൽ കയറുക, പോവുക. അവർക്കുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അവിടെയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു നോളജും ഇല്ല കുട്ടികൾക്ക്. എല്ലാവർക്കും രാവിലത്തെ സ്കൂൾ ബസ്സിൽ കയറി പോകുക എന്നുള്ള നോളജ്. തിരിച്ചു വരുമ്പോഴും അതേ റൂട്ടീൻ തന്നെ. ഞാനും സെയിം സ്കൂളിലായിരുന്നു പോയപ്പോൾ. അപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ ഈ പ്രൈവറ്റ് ബസ്, സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ കുട്ടികളെ മോർ ഇൻഡിപെൻഡൻ്റ് ആവാൻ കുറേ പഠിപ്പിക്കാറുണ്ട്. ജസ്റ്റ് വിത്ത് ലൈക്ക് ഓൾസോ ആക്കഡമിക്സ്, പക്ഷേ നമ്മുടെ ഓൺ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ബസ് ട്രാൻസ്പോർട്ടും. ബസ് ട്രാൻസ്പോർട്ടിനെ പറ്റി ഇവിടെയാണ് ഇത്തിരി കൂടി ബെറ്റർ എന്ന് പറയാം. കാരണം ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ നമ്മളെ പഠിപ്പിക്കും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ട്. നാട്ടിലൊരു ഇത്തിരിയും കൂടി ഡിപ്പെൻഡൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഈവൻ ഹയർ ഗ്രേഡ്സ് പോയാലും സ്കൂൾ ബസ് ഇപ്പോഴും ഉണ്ട്. സോ അങ്ങനെയാണ് സ്കൂളിലേക്ക് പോണത്. ബസ് എങ്ങനെ എടുക്കണ്ടേ, അങ്ങനെ അങ്ങോട്ട് എത്തണ്ടേ എന്നുള്ള നോളജൊന്നും നമ്മൾ പാരൻസിനോട് ചോദിച്ചിട്ട് പഠിക്കണം. ഇവിടെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് പോയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ സ്കൂൾ ബസ്സൊക്കെ വെച്ചിട്ട് തന്നെ അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രൈവറ്റ് ബസ് ഈ ഇന്ത്യയിലത്തൊക്കെ ഈ പാരൻസിന് വിൽ ബി ലൈക്ക് അവർക്ക് ഇത്രയും കൂടെ അതിൽ ഫീൽ ബെറ്റർ. ബിക്കോസ് അവർക്ക് അറിയാം ഒരു കുട്ടി എവിടെയാണ് എക്സാക്ട്ലി പോണേ, എപ്പോഴാണ് പോണേ, എപ്പോഴാണ് വീട് വിടുക, പിന്നെ എപ്പോഴാണ് സ്കൂൾ വിട്ട് എപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കുട്ടികൾ ചിലപ്പോൾ സ്കൂൾ വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അതിൻ്റെ ഒക്കെ സാധ്യതയുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്? പിന്നെ എക്സ്പെൻസ് അഫെയർസ്. ഫോർ എക്സാമ്പിൾ, ദുബായ് പഠിക്കുമ്പോൾ ഇന്ത്യൻ സ്കൂൾസിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീ ഉണ്ട്,
പിന്നെന്താ അക്കാഡമിക് ബുക്സിൻ്റെ ഫീ ഉണ്ട്, ട്യൂഷൻ ഫീസ് ഉണ്ട്, പിന്നെന്താ യൂണിഫോമിന് തന്നെ നമുക്ക് ഫീസ് ഉണ്ട്. ആൻഡ് യൂണിഫോം അതൊരു സെപ്പറേറ്റ് ടോപ്പിക്. പക്ഷേ യൂണിഫോംസിന് തന്നെ ഫീസ് ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ലെറ്റ്സ് ചില ഫാമിലീസിൽ മാക്സിമം 3 കുട്ടികൾ, എൻ്റെ ഫാമിലിയിൽ 3 കുട്ടികൾ, ഞങ്ങൾ 3 പേരും. അപ്പോൾ 3 പേർക്കും കൂടിയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വരും. അങ്ങോട്ട് ചിലവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ചിലവർക്ക് അഫോർഡ് ചെയ്യാം. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ഫിൻലൻഡിൽ. കാരണം ബുക്സ് ഫ്രീ ആണ്, മോസ്റ്റ് ഓഫ് ദം ഫ്രീ ആണ്. പിന്നെന്താ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പറ്റും ബുക്സ്. അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ സെക്കൻഡ് ഹാൻഡ് സിബ്ലിങ്സിനാണ് പോണേ, അടുത്ത സിബ്ലിങ്സ്, യങ്ങർ ബ്രദറോ സിസ്റ്ററോ അവർക്കാണ് പോണേ. പിന്നെന്താ യൂണിഫോംസ് ഇല്ല അവിടെ, അപ്പോൾ അത് വാങ്ങിക്ക്, അങ്ങനത്തെ ഒന്നും വേണ്ട. പിന്നെന്താ ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട്, പക്ഷെ ചെറിയ എമൗണ്ട്. അവിടെ ഒരു ബിഗ് എമൗണ്ട് കൊടുക്കണം അതിന് തന്നെ. ഇത് പറഞ്ഞു വെച്ച പോലെ തന്നെ അത് ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് വെൽഫെയർ സിസ്റ്റം അല്ലേ, അപ്പം ഇത്തിരിയും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫോർ ഈ ബുക്സ് ഒക്കെ ആയിട്ട് എടുക്കാം. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ മേടിക്കണം കുറേ. എനിക്ക് ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് ഗ്രേഡൊക്കെ തുടങ്ങുന്ന സമയത്ത് അമ്മേൻ്റെ അച്ഛൻ്റെയും കൂടെ പോയിട്ട് ബുക്കും ചട്ട അതൊക്കെ മേടിക്കേണ്ടി വന്നു. പക്ഷെ ഇവിടെ അതിപ്പോൾ തരും. ഈ അടുത്ത വർഷമായിട്ടാണ് ഇവിടെ ഈ എല്ലാവർക്കും അതിൻ്റെ സൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സപ്ലൈസ് യൂണിവേഴ്സിറ്റിയിൽ ലുക്കിയേഴ്സിലൊക്കെ കൊടുക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഇവർ ബുക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ നോട്ട് ബുക്ക് തീരുമ്പോൾ കടയിൽ പോയി പിന്നെയും നോട്ട് ബുക്ക് മേടിക്കണം, നോട്ട്സ് എഴുതണമെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോട്ട് ബുക്ക് തീർന്നാൽ നമ്മൾ സെക്രട്ടറിയുടെ അടുത്ത് പോയവർ അവർ വേറെ നോട്ട് ബുക്ക് തരും. ചോദിച്ചാൽ വേണമെങ്കിൽ 2-3 തരും. അല്ലാണ്ട് അവർ അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കണ്ട ഇവിടെ. ഇങ്ങനെ പറഞ്ഞ പോലെ ബുക്സും പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അത് ചെയ്യാൻ തോന്നുന്നു. കാരണം മാക്സിമം 18 വയസ്സ് വരെ എഡ്യൂക്കേഷൻ കമ്പൾസറി ആക്കിയില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മെറ്റീരിയൽസും ഫ്രീ ആക്കി. ഇപ്പോൾ ഞാനിപ്പോൾ ലുക്കിയവരായതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കിട്ടി. പക്ഷെ എൻ്റെ മുമ്പുള്ള സ്റ്റുഡൻസിന് അങ്ങനെ ഇല്ലായിരുന്നു, അവർക്കത് മേടിക്കണമായിരുന്നു. ബട്ട് ഇപ്പോൾ അത് ഫ്രീ ആണ്. പിന്നെ ഓൾസോ ടെക്സ്റ്റ് ബുക്സ് ഫ്രീ ആണ്, നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട. ഓക്കെ. പക്ഷേ സ്കൂൾ ലെവലിലും ഇത് തന്നെയാണ്. സ്കൂൾ ലെവലിൽ എല്ലാം ഫ്രീ ആണ്, ടെക്സ്റ്റ് ബുക്സ് ഫ്രീ ആണ്. ആക്ച്വലി എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ ആണ്, ട്രാൻസ്പോർട്ടേഷൻ മാത്രമാണ് നിങ്ങൾ അത് ഈ മിഡിൽ സ്കൂൾ വരെ. പക്ഷെ ഈ ലുക്കിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ഈ വെൽഫെയർ സർവീസ് അവർക്ക് ഈ കാർഡിന് വെച്ച് പേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ പൈസ വെച്ചിട്ട്, നമ്മുടെ തന്നെ പൈസ അല്ല പക്ഷെ പ്രൊവൈഡ് ചെയ്യുന്ന പൈസ വെച്ചിട്ട് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സ്കൂൾ വരെ പോകാൻ പറ്റും. അത് നല്ലൊരു കാര്യം. പിന്നെ ഇവിടെ ഈ അടുത്തല്ലെങ്കിൽ ഫർദർ ആണെങ്കിൽ വീടോ അല്ലെങ്കിൽ വർക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കാറ് 17 ഇയേഴ്സ് ഓൾറെഡി കാറ് പെർമിറ്റ് വെച്ചിട്ട് എല്ലാവരുടെയും പോകാൻ പറ്റും. അതൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഫ്രീഡം ഉണ്ട് ഇവിടെ മോറോവർ. പക്ഷെ അത് അത്രയും നല്ല കാര്യമല്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് റിലേറ്റീവ്ലി ഗുഡ്. ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാൻ കൂടുതലുണ്ടോ? ഇപ്പോൾ ജനറലി നമ്മൾ ഫിൻലാൻഡ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന വീഡിയോസിലൊക്കെ പറയുന്നൊരു ടോപ്പിക്കാണ് ഫിൻലൻഡിൽ ഹോംവർക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഫിൻലൻഡിൽ ഹോംവർക്ക് ഉണ്ട്, പക്ഷേ അവിടെ കിട്ടുന്ന അത്ര ഹോംവർക്ക് കിട്ടില്ല. സമ്മർ ഹോളിഡേസിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് ഒരു ലിസ്റ്റ് കിട്ടും ഹോംവർക്കിന്റെ. ഓരോ സബ്ജക്ട്സിനും ഓരോ ഹോംവർക്ക് ഉണ്ട് സമ്മർ ഹോളിഡേസിന്. അപ്പോൾ ഈ ഹോളിഡേ നമുക്ക് എൻജോയ് ചെയ്യണ പകരം നാട്ടിൽ പോയിട്ട് എൻ്റെ കസിൻസിനെ കാണാൻ പോകുമ്പോൾ ഞാൻ കൂടുതൽ നേരം റൂമിൽ ഇരുന്നിട്ട് ഓരോ ചെടികൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ കുറച്ച് എഴുതുക. സയൻസിന്റെ ഇതാണ് സമ്മർ ഹോളിഡേ, അതായിരിക്കും എൻ്റെ പണി മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കണ്ട. സ്കൂളിനെ കുറിച്ച് എനിക്ക് അത്ര ആലോചിക്കാനും ഇല്ല. എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് സമ്മർ ഹോളിഡേസിന് ഒരു വർക്കും കിട്ടാറില്ല. ഞാൻ സിംപ്ലി പോവുക, ചിലപ്പോൾ ഇടയ്ക്ക് ബുക്കൊക്കെ വായിക്കുന്ന, തിരിച്ചിങ്ങനെ അതേപോലെ വരിക, അത്രേ ഉള്ളൂ. എന്താണ് ഹോംവർക്കിനെ കുറിച്ച് മാളുവിന് എന്താണ് പറയാനുള്ളത്? LKG UKG 1ാം ക്ലാസ്സിൽ ചെയ്യുന്ന അത്ര ഹോംവർക്ക് മാള് 9ാം ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടോ? ഇവിടെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറെ ഹോംവർക്ക് ഉണ്ട്. പക്ഷെ ശരിക്കും ഞാനിപ്പോൾ കസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ കുറെ ഹോംവർക്ക്സ് ഉണ്ടാവും. കുറെ അവിടുത്തെ അവര് ഇപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ഹോംവർക്ക് വെച്ചാൽ ഈ
ചില പാഠങ്ങൾ റീഡ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ അയിന്ന് എഴുതുക, അതൊക്കെ മെമ്മറൈസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ പോലത്തെ ഹോംവർക്ക് അല്ല ഞങ്ങളുടെ. മോർ ഓഫ് ലൈക്ക് റീസെർച്ച്, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ആൻഡ് റീസെർച്ച് ആയിട്ടുള്ള ഹോംവർക്കാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ കൂടുതൽ തരുന്നത്. അൺലൈക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് മോർ ഓഫ് ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കും കുറേ സാധനങ്ങൾ, എന്നിട്ട് അത് നമുക്ക് കുറേ പഠിക്കാം. പക്ഷേ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടുതൽ അത്രയും എക്സ്റ്റെൻഡിൽ അവർ പഠിപ്പിക്കുന്നില്ല, എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണ്ടെന്നില്ല. അതുപോലത്തെ ഇതേ ഉള്ളൂ. എന്താണ് അഭിപ്രായം? 3ാം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹോംവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. കാരണം ഇവിടെ ഇപ്പോൾ എത്ര കൊല്ലം, 8-9 കൊല്ലമായി പഠിച്ചിട്ട്, അപ്പോൾ കൂടുന്നുണ്ട്. ബട്ട് 3rd ഗ്രേഡ് ഇന്ത്യ വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ അങ്ങനെ പറ്റില്ല. കാരണം ഇറ്റ് വാസ് 3rd ഗ്രേഡ്, അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ലെസ്. പക്ഷേ ഹോംവർക്ക് നമ്മൾക്ക് ടീച്ചേഴ്സ് ഇവിടെ കുറേ അങ്ങോട്ട് തള്ളിത്തരില്ല തന്നെ, ഇങ്ങനെ ഇട്ട് തരില്ല. ഇപ്പോൾ ഇന്ന് മാത്ത് ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നാളെ മാത്ത് ക്ലാസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് തന്നെ ഒരു 40 പേജ് നാളത്തേക്ക് ചെയ്യാൻ തരില്ല. ഒരു 1 or 2 എക്സസൈസസ് ഫ്രം 1 പേജ്. അതും വേറൊരു കാര്യമാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കും, യെസ്. എന്നിട്ട് ഈ റീസെർച്ച് മോർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് പഠിക്കുന്നത് ലേറ്റർ ഇങ്ങനെ 9th ഗ്രേഡ് 7th ഗ്രേഡ് ഒക്കെ ആകുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെ 1st 6th ഗ്രേഡൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ചെയ്യും. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അറ്റത്തൊരു ഈ ചാപ്റ്റർ എൻഡ് ചെയ്യണ അറ്റത്ത് ഒരു ചെറിയ ബോക്സിലിങ് എക്സസൈസ് ഉണ്ട്. അതിലൊരു 2-3 എക്സസൈസ് തരും ഹോംവർക്കായിട്ട്. കാരണം നമ്മൾ വായിച്ചതും ക്ലാസ്സിൽ പഠിച്ചതും പിന്നെ ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ചാപ്റ്റർ നമ്മളോട് ഫുള്ള് പഠിച്ച് ബൈ ഹാർട്ടാക്കിയിട്ട് വരാൻ പറ്റില്ല. ഈ എൻ്റെ അനിയൻ ഇപ്പോൾ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് തൊട്ടിട്ട് അല്ലെങ്കിൽ 2nd ഗ്രേഡ് തൊട്ട സമയത്ത് മോർ ഓഫ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇവിടെ പ്രൈമറിയിൽ അവർ അവരുടെ ഓൺ പ്രോജക്ട്സ് ഉണ്ടാക്കണം, അത് വെച്ച് പ്രസൻറ്റ് ചെയ്യണം, അങ്ങനത്തെ കൂടുതലാണ്. ബട്ട് ലൈക്ക് ദർ വുഡ് ബി ഈ ടെക്സ്റ്റ് ബുക്ക്, പക്ഷെ അവരും ഈ മോർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് വേസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും മോളും ഇവിടെ ഫിൻലൻഡിൽ വന്ന് ആദ്യം പഠിച്ചിരുന്നപ്പോൾ മോർ ബുക്സ് ബേസ്ഡ് ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇത്തിരി കൂടി ഇലക്ട്രോണിക് ബേസ്ഡ് ആണ് പഠിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം ബിഗ് തിങ് അതിലായിരിക്കും ചിലപ്പോൾ. അത് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ വൈസ് നമ്മുടെ നാട്ടിലത്തെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എക്സാംസ് മാർക്കിലാണ് അവർ ഫുള്ളി ജഡ്ജ് ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് സേ ക്ലാസ്സിലൊരു 10 കുട്ടികളുണ്ട്, അതിൽ 5 പേർക്ക് നല്ലോണം പഠിക്കാൻ പറ്റും, ബാക്കി കുറച്ച് കുട്ടികൾ ആവറേജ്. അതിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടി പഠിക്കാൻ പറ്റില്ല, ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടിക്കായിരിക്കും ഹെൽപ്പ് കിട്ടുക കൂടുതലും മറ്റുള്ള ടീച്ചേഴ്സിനെ നിന്ന്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഞാൻ അബുദാബിയിൽ പഠിക്കുമ്പോൾ ആ 5 കുട്ടികൾ പഠിക്കാൻ പറ്റുന്ന 5 കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഹെൽപ്പ് കിട്ടുക ടീച്ചേഴ്സിനെ നിന്ന്. ഒന്നും കൂടി ഒരു എന്നുവെച്ചാൽ ഫസ്റ്റ് റാങ്കിന്ന് നല്ല കോളേജോ IIT-യോ NIT-യിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലോണം ഒരു ഇത് ഇട്ട് കൊടുക്കും. ആ പഠിക്കാൻ പറ്റാത്ത കുട്ടിക്ക് ഒരു ഹെൽപ്പും ഇല്ല. കൂടുതൽ അവള് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികളുടെ ഹെൽപ്പാണ് ചോദിക്കാറ്, ടീച്ചേഴ്സ് ആരും ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മാർക്സ് ഉണ്ടല്ലോ, ക്ലാസ്സിൽ മാർക്സ് കിട്ടുമ്പോൾ ഈ കുട്ടിക്കായിരിക്കും മാർക്ക് കുറവ്. അത് പ്രോമിസ് ചെയ്തിട്ട് ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ആ മാർക്ക് അങ്ങോട്ട് എക്സ്പോസ് ചെയ്യും. കുട്ടിക്ക് 4 മാർക്ക് 25 ആണ് ആദ്യത്തെ ടെസ്റ്റ്, 25-ൽ 4 മാർക്ക് കിട്ടി ഈ കുട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് കളിയാക്കുക, അങ്ങനെ ചിരിപ്പിക്കുക. അതൊരു ടെക്നീക്കായി കുട്ടി ഇനി അടുത്ത ടെസ്റ്റിൽ നല്ലോണം പഠിക്കും. അപ്പോൾ ഇങ്ങനെ മാർക്സ് ഇനി പറയിപ്പിക്കേണ്ടല്ലോ. ഇവിടെ പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുട്ടികളോട്. അവരുടെ മാർക്സ് അവർക്ക് മാത്രം അറിയാൻ പാടില്ല, ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാൻ പാടില്ല, അൺലെസ് യു ഷോ യുവർ സെൽഫ്. അങ്ങനെ മാർക്സ് പബ്ലിക് ആയിട്ട് ഒരു ബോർഡിലൊന്നും എഴുതി വയ്ക്കില്ല. പക്ഷെ ആകെ ലൈക്ക് ഇൻഡിവിജ്വൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന ടെസ്റ്റ് അത് അവരുടെ മാത്രം, അത്രയാണ്. ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. കൂടുതൽ വിശേഷം കിട്ടുമെങ്കിൽ അടുത്താണ് പറയാം.